ഉമ്മൻചാണ്ടിയുടെ മരണശേഷവും സോളാർ വിവാദത്തിന് മരണമില്ല. ഈ വസ്തുത അടിവരയിട്ടാണിന്ന് വീണ്ടും സോളാർ പുകയുന്നത്. രണ്ട് മാധ്യമപ്രവർത്തകർ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇടതുമുന്നണിയുടെ സോളാർ സമരം അവസാനിപ്പിച്ചതെന്ന മനോരമ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിവാദമായത്. രഹസ്യധാരണയുണ്ടാക്കി സോളാർ സമരം CPM അവസാനിപ്പിക്കുകയായിരുന്നുവെന്നാണ് മുണ്ടക്കയം എഴുതിയത്. അതിനെ പ്രതിരോധിക്കാൻ ജോൺ ബ്രിട്ടാസ് വാർത്താ സമ്മേളനം വിളിച്ചതോടെ സോളാർ വീണ്ടും രാഷ്ട്രീയ വിവാദമായി മാറി. ചെറിയാൻ ഫിലിപ്പ് കൂടി രംഗത്ത് വന്നതോടെ വിവാദത്തിന് എരിവും പുളിയുമായി. ഇതിനിടയിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിൻ്റെ പ്രതികരണവും വന്നു. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചിരുന്നുവെന്നാണ് തിരുവഞ്ചൂർ വെളിപ്പെടുത്തിയത്. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ നിന്നാണ് ബ്രിട്ടാസ് വിളിച്ചതെന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞത്. സമരം ഒത്തുതീരാൻ ഫോൺ സംഭാഷണം നടന്നുവെന്ന് വ്യക്തമാണ്. ആരാണ് ആദ്യം വിളിച്ചതെന്ന കാര്യം മാത്രമേ ഇനി അറിയാനുള്ളൂ. സോളാർ സമരം അവസാനിപ്പിക്കേണ്ട കാര്യം ചോദിച്ച് കൈരളി TV-യുടെ ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചുവെന്നാണ് മുണ്ടക്കയം എഴുതിയത്. നേതൃതല തീരുമാനമാണെന്ന് ഉറപ്പുവരുത്തി താൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ചു. കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കാൻ പറഞ്ഞതുപ്രകാരം അദ്ദേഹത്തെയും വിളിച്ചു. കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെയും തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ചു സംസാരിച്ചു. NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കണ്ടു. അതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങി. ബ്രിട്ടാസ് ആവശ്യപ്പെട്ട രീതിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ സോളാർ സമരവും പിൻവലിച്ചുവെന്നാണ് മുണ്ടക്കയം എഴുതിയത്. സമകാലിക മലയാളം വാരികയിലെ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ അടിമുടി നിഷേധിച്ചുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് വാർത്താ സമ്മേളനം നടത്തിയത്. ഞാൻ മുണ്ടക്കയത്തിനെ വിളിച്ചുവെന്നത് അദ്ദേഹത്തിൻ്റെ ഭാവന മാത്രമാണ്. സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുണ്ടക്കയത്തിൻ്റെ പുസ്തകത്തിന് പ്രചാരം കിട്ടാൻ വേണ്ടിയാണ് ഈ കഥ മെനഞ്ഞത്. സോളാർ സമരം തീർക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പിനെയാണ് വിളിച്ചത്. ചെറിയാൻ ഫോൺ കൈമാറിയതോടെയാണ് തിരുവഞ്ചൂരുമായി ഞാൻ സംസാരിച്ചതെന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. എന്നാൽ വിവാദമായതുകൊണ്ടാണ് തന്നെ വിളിച്ച കാര്യം ജോൺ ബ്രിട്ടാസ് നിഷേധിക്കുന്നതെന്ന് ജോൺ മുണ്ടക്കയം തിരിച്ചടിച്ചു. ചെറിയാൻ ഫിലിപ്പ് ദൃക്സാക്ഷിയാണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് നേതാവാണല്ലോ. അദ്ദേഹം പറയട്ടെ യാഥാർത്ഥ്യം എന്താണെന്നാണ് ബ്രിട്ടാസ് അവകാശപ്പെട്ടത്. ഇതോടെയാണ് ചെറിയാൻ ഫിലിപ്പ് വാർത്താ സമ്മേളനം വിളിച്ചത്. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ബ്രിട്ടാസ് സംസാരിച്ചത് താൻ പറഞ്ഞിട്ടാണെന്നാണ് ചെറിയാൻ ഫിലിപ്പ് വിശദീകരിച്ചത്. സമരം ഒത്തുതീർപ്പാക്കണമെന്ന് തിരുവഞ്ചൂരിന് താൽപ്പര്യമുണ്ടായിരുന്നു. തിരുവഞ്ചൂർ തൻ്റെ ഫോണിലേക്ക് വിളിച്ചു. താൻ പറഞ്ഞിട്ടാണ് ജോൺ ബ്രിട്ടാസ് ചർച്ചയിൽ പങ്കാളിയായത്. ബ്രിട്ടാസിനൊപ്പം തിരുവഞ്ചൂരിൻ്റെ വീട്ടിലെത്തി ചർച്ച നടത്തി. സമരം ദുരന്തമായി മാറാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് അന്ന് നടത്തിയത്. സോളാർ സമരം VS-ൻ്റെ വാശിയായിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. സോളാർ വിവാദത്തിൽ പ്രാധാന്യമുള്ള 3 വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴുണ്ടായത്. വാരികയിൽ കൂടി കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നുള്ള സൂചന മുണ്ടക്കയം നൽകുമ്പോൾ സോളാർ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ബോംബാകാനുള്ള സാധ്യതയ്ക്കാണ് അരങ്ങൊരുങ്ങുന്നത്.